അല്ല ബാനല്ലായിരിക്കണേ നോക്ക് ഇഞ്ഞും പോകാനായില്ല മിഞ്ഞ ചോദിച്ചോക്ക ഇവിടെയൊക്കെ കാണാൻ എന്തോ ഒരു രസം അറിയത് ഇവിടെ ഇങ്ങനെ കുത്തിരുന്നാലും എന്തോ ഒരു വൈബ് അങ്ങോട്ട് നോക്കിയോ. അല്ല ഇജ്ജ് എന്നെ വന്നിട്ട് വന്നിട്ട് 2 ദിവസമായി പോകാൻ തോന്നില്ല. ഇവിടുന്ന് മേലെ കയറി വെക്കോ? മേലക്കും കയറി അത് അടിപൊളിയാണ്. അന്നേരം ഇവിടെ കാണാത്ത സ്ഥലം ഒരുപാടുണ്ട്. ഇജ്ജ് ആ മേലെന്ന് കുറച്ചും കൂടി അടുത്തേക്ക് പോയി കഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടൊക്കെ വന്ന് നോക്ക്. ഞങ്ങൾ ഇപ്പൊ അവിടെ പോയിട്ട് എത്ര മണിക്കൂറാണ് ചെലവാക്കി. അങ്ങോട്ട് പോലും അങ്ങനെ ചേച്ചി ഒരു മാസം കൊണ്ട് പോരാട്ടോ. അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരീക്കോട് മുക്കത്ത് നിന്ന് 15 കിലോമീറ്ററിന് പോകുന്ന പൂവാറന്തോട് പറഞ്ഞ ഈ സ്ഥലത്താണ് കേട്ടോ. മൗണ്ട് 360 പറഞ്ഞ ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ, അടിച്ച് പൊളിച്ചാൻ. അപ്പോൾ മക്കളെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. ഈ ഒരു റിസോർട്ടിന്റെ പേര് തന്നെ മൗണ്ട് 360 ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടോ പേരെന്നെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ മക്കളെ നല്ല അടിപൊളി ഊഞ്ഞാല് കേട്ടോ. ഇരുന്നാ പിന്നെ നീച്ചാൻ തോന്നൂല. ഊഞ്ഞാല് പിന്നെ ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും എങ്ങനെയും വന്നങ്ങാണ്ട് ഇവിടെ അടിച്ചു പൊളിച്ചട്ടോ. മക്കൾക്കൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ. ഇവിടെയൊക്കെ ഊഞ്ഞാലായിട്ടും ഉതിരാനായിട്ടും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. സ്വിമ്മിങ് പൂളിൻ്റെ ആണെങ്കിലോ ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മക്കളെ കുട്ടികളാടണില്ല നമ്മളൊന്ന് ആടി നോക്കിട്ടോ. ഞമ്മക്കും ആടാം. നമ്മളിപ്പോൾ ഇനി കുട്ടികളായിട്ടൊന്നും നമ്മൾ ആടൂലല്ലോ. അപ്പോൾ ഏതായാലും എന്താ രസത്തിലൊക്കെ ഒന്ന് ആടുമ്പോൾ. അപ്പം എൻ്റെ മോളിഞ്ഞ കളിയാക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ആടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പാടെ ആൾ വേണം. അപ്പോഴേ ഇരുന്ന് ആടാൻ കഴിയുള്ളൂ. ഇത് ഒറ്റക്കായപ്പോൾ ആടാൻ കഴിയണില്ല. അപ്പം അതിങ്ങനെ പറയാന്നോളോട്. അപ്പം ഓള് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചി എന്താ പേടിച്ചിരിക്കണ മാതിരി. പേടിച്ചിരിക്കണ മാതിരി പറഞ്ഞാൽ നല്ലോണം താന്ന് പോകട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു റിസോർട്ടിൻ്റെ പേര് പറഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ, മൗണ്ട് 316. അപ്പോൾ ഇതാക്കണ് നല്ല അടിപൊളി വൈബാണ് മക്കളെ. രാത്രിയാവുമ്പോഴോ അതിലേറെ വൈബ് കേട്ടോ. എന്താ രസം കാണാനെന്നറിയോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒപ്പം നമ്മൾ അടിച്ച് പൊളിച്ചാൻ വേണ്ടി പോകുന്നു കേട്ടോ. നമ്മളെ ഈ വെക്കേഷന് നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ അതിൻ്റെ ഒക്കെ ഒരു ഇതില്ലേ എന്താ രസം എന്നറിയാം നിങ്ങൾ കാണാൻ. അപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇതാക്കുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നമ്പർക്ക് വിളിച്ചങ്ങാണ്ട് പോരുക. നല്ല അടിപൊളി വൈബാണ് മക്കളെ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ആവില്ല. അപ്പം നമ്മൾ മേലെ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കുകയാണ്. അടിയിലായപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ റൂമൊക്കെ ഒക്കെ ഒരുമാതിരി തന്നെയാണ്. അപ്പോൾ അടിയിലത്തെ കാണിച്ചാൽ മേലേക്ക് കയറിയിരിക്കുക കേട്ടോ. അടിയിൽ 2 റൂം, മേലെ 2 റൂം അങ്ങനെയാണ്. അപ്പം മേലത്തെ ഒരു വ്യൂ എന്ന് പറയണത് എന്താ രസം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ. അപ്പോൾ ലൈറ്റൊന്നും ഇടാതെ ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു ഇത് എടുക്കുക കേട്ടോ. അപ്പം മേലേക്ക് കയറിയാൽ ഇതാക്കണം കേട്ടോ. അവിടെ ക്യാരം ബോർഡ് ഉണ്ട്, അതേമാതിരി ലുഡോ, പാമ്പും കൂണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാം മക്കളെ. അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ. മുക്കത്ത് നിന്ന് അരീക്കോട് നിന്ന് മുക്കത്തേക്ക് പോന്നിട്ട് പൂവാറന്തോട് പറഞ്ഞ ഈ സ്ഥലത്താണ് അത് വരുന്നത്. മൗണ്ട് 360 പറഞ്ഞ ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും പോരുക. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കണതാണ് കേട്ടോ. അപ്പം മക്കളെ ഇവിടെ വന്നാൽ പോകാൻ തോന്നൂല. എന്തായാലും നമുക്ക് ഒരു ദിവസം നിന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ലക്ഷറി ബെഡും ഇതൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ് മക്കളെ. ഈ ഒരു കറക്റ്റ് അങ്ങനെ നീക്കിയാൽ ഫുള്ളായിട്ട് കാണും. സ്വിമ്മിങ് പൂളും എല്ലാം കാണാം. നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ട് ഇവിടെ താഴത്ത്. അപ്പോൾ നമ്മൾ ആരും വന്നിട്ടില്ല ഇനി. അപ്പോൾ നമ്മൾ എളുപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ ബാത്റൂമൊക്കെ ഇതാക്കണം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. റൂമാണെങ്കിലും കിച്ചണാണെങ്കിലും എല്ലാം നല്ല ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ റൂമിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാ റൂമൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും മറക്കാൻ പറ്റാത്തൊരു റിസോർട്ടാട്ടോ. അടിപൊളി റിസോർട്ട് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടില്ല നിങ്ങൾ. ഈ മേലെ കാണുന്ന ഒരു പാറയാണ്, നല്ല രസമാണ്. മേലെ ആണെങ്കിലോ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ കിച്ചണാണിത്. നല്ല വിശാലമായ കിച്ചൺ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എത്ര ആൾ വന്ന് നിന്നാലും അത്രയും സൗകര്യമുള്ള ഒരു കിച്ചണാണിത്. അടിപൊളിയാട്ടോ. നമ്മൾ നെയ്ച്ചോറും കടായിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിട്ടോ. എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. രാത്രിക്കത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുക. രാവിലെ ഓലെ
ചായയും കടിയൊക്കെ ഓല് തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. രാവിലെ പിന്നെ ഓല് ചായയും കടിയൊക്കെ ഓല് തന്ന്. അപ്പോൾ അതാക്കണ് കിച്ചണിൻ്റെ ഭാഗത്തില്ല ഈ ഒരു ഏരിയ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ കിച്ചണിക്ക് എല്ലാവരും വന്ന് പിന്നെ ചിക്കൻ കകലും ഉള്ളിയരിയലും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നല്ല രസമാണ് കേട്ടോ. നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒപ്പം പോകുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ അല്ലേ. നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒരു വേറെ രസമാണ്. ഒരാൾ ചിക്കൻ കഴുകുക, ഒരാൾ ഉള്ളി അരിയുക, ഒരാൾ ഉള്ളി തോല് ഒളിച്ചുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു വൈബാണല്ലേ അതൊക്കെ. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മൾ റിസോർട്ടിൽ പോയ കുറച്ച് വിശേഷം കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് നമ്മളെ സാറ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കാം നിങ്ങൾക്ക്. പിന്നെ നമ്മളതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമില്ല ലൈക്കൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ചങ്ങാണ്ടൊന്ന് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ നമ്പർക്ക് കോൺടാക്ട് ചെയ്താൽ ഓല് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഏതായാലും വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് മക്കളേത്. എന്താണ് അടിപൊളി എന്നറിയങ്ങൾ. 2 പേര് വന്നാലും 20 പേര് വന്നാലും 200 പേര് വന്നാലും ഒരു ടീമിന് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം 100% പ്രൈവസി ഉള്ള പ്രോപ്പർട്ടി ആണല്ലോ ഇത്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിള്ളേർക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, പൂളുണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, ഗ്രില്ല് ചെയ്യാൻ സംവിധാനമുണ്ട്, വിശാലമായ കിച്ചൺ ഉണ്ട്. പിന്നെ റൂം എന്ന് പറഞ്ഞാൽ ലക്ഷറി സെറ്റ് റൂംസ് ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ലീവിംഗ് ഏരിയ ഏകദേശം 20 പേർക്ക് മീറ്റിംഗ് കൂടാൻ പറ്റിയ 2 ലീവിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് മീറ്റിംഗ് ഹാൾ അത് വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരാൾക്ക് 1250 പെർ ഡേ. അങ്ങനെ മിനിമം 10 പേര് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം 10 പേർക്ക് 12,500 രൂപ. ഹോൾ പ്രോപ്പർട്ടി നമുക്ക് അൺലിമിറ്റഡായി ഉപയോഗിക്കാം. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. ഓരോ റെസ്ട്രിക്ഷനും ഒരു മേഖലയിൽ ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സാറ് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ നമുക്ക് പിന്നെ സാറ് വക നമുക്ക് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കണേ നമ്മൾ ഈ പ്രമോഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കണത്. പ്രമോഷൻ വീഡിയോ എടുക്കാൻ എഴുതിയിട്ട് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും വരാമല്ലോ. അപ്പോൾ ഏതായാലും സാറിൻ്റെ വൈഫും അതേമാതിരി മക്കളൊക്കെ കേട്ടോ അത്. അപ്പോൾ നമുക്ക് മൊമെൻ്റൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ. അത് ആർക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അറിയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ മറക്കണ്ട, അരീക്കോട്ടുനിന്ന് മുക്കത്തേക്ക് വന്നാൽ പൂവാറന്തോട് പറഞ്ഞാൽ ഈ സ്ഥലത്താട്ടോ അത്.